ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്കായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരക്കുടി മട്ടൻ പെപ്പർ ഫ്രൈ എന്നൊക്കെ പറയും. ഇവൻ വേറെ ലെവലാണ്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ടൊരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. ഒതി വന്നിട്ട് കിളി പോയെൻ്റെ ചങ്ങാതി. ഇത് നമുക്ക് ബീഫ് വെച്ച് വേണം ഉണ്ടാക്കാം, മട്ടൻ വെച്ച് വേണം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഒരു കിടുക്കൻ സപ്പോർട്ട് അങ്ങ് വിട് ചങ്ങാതിമാരെ. ഇത് കണ്ടില്ലേ, കൊതി വന്നിട്ടൊരു രക്ഷയില്ലല്ലേ. അപ്പം നേരെ ആട്ടിറച്ചി വിത്ത് എല്ലോടെയുള്ള സാധനം അല്ല കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ഒരു തള്ളുക. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പും സ്പൈസസും എല്ലാം കൂടെ ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലങ്ങ് അടുപ്പിച്ചു. നല്ലവണ്ണം അങ്ങ് വെന്തോട്ടെ. ഒരു 90% ഇതിൻ്റെ അകത്തിട്ട് തന്നെ അങ്ങ് വേവിക്കുക. ആ മസാലയൊക്കെ അവത്തിലൊക്കെ മിക്സ് ചെയ്ത് നേരെ പ്രഷർ കുക്കർ അടച്ചു വെച്ച് അങ്ങ് തീ കൊടുത്ത് പിടിപ്പിച്ചു. ആ സമയത്ത് നമുക്ക് ലൈറ്റർ വെച്ചൊരു കളി കളിച്ച ശേഷം ഉരുളി ചൂടാക്കാം. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ല ശുദ്ധമായ നല്ലെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം ഒന്ന് മൂത്തൊരു ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീഫും ഇത് രണ്ടും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് ഉലർത്തിയെടുക്കുക. അവനൊരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി എടുത്തൊരു ഒറ്റ മറിയങ്ങ് മറിക്കുക. എന്നിട്ട് അതിലിട്ടങ്ങ് വാട്ടിയെടുക്കുക. ഈ ചെറുള്ളി ഇതിൻ്റെ അകത്തിട്ടങ്ങ് വാടുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ചങ്ങാതി. അത് വേറെ ലെവലാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് സവോളയും കൂടെ ചെയ്തിച്ച് നീളത്തിൽ ചെറുതായി അരിഞ്ഞ ശേഷം അതും കൂടെ ഇട്ടങ്ങ് വരട്ടുക. ഈ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മലയാളികൾ കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ നല്ലെണ്ണയിൽ ചെയ്യുന്നത് അത് വേറെ ലെവലാണ്. ഒന്ന് ട്രൈ നോക്ക് വീട്ടിൽ എങ്ങനെയുണ്ടെന്ന്. സാധനം വേറെ ലെവലാണ് കേട്ടോ. ടേസ്റ്റും വ്യത്യാസമാണ്. എന്നിട്ട് ചെറുതായി അരിഞ്ഞ് തക്കാളിയും കൂടെ ഒരു മറിയും മറിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി കൂട്ടി കാലൊക്കെ അങ്ങ് നല്ലവണ്ണം അങ്ങ് വരട്ടിക്കും. കണ്ണടച്ചങ്ങ് വരട്ടിക്കും. വരണ്ട് ഇവൻ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് കണ്ടില്ലേ, നല്ല വാടി സെറ്റായി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും ഇതിലെല്ലാം കൂടെ ഇട്ടങ്ങ് കലക്കി കൂട്ടി ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുക്കുക. ഏകദേശം ഇവനൊന്ന് വരണ്ട് ലെവലായി എന്ന് കാണുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടുക. ഇത് ഓരോന്നിടുമ്പോൾ ഓരോ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. വേറെ ലെവലാട്ടോ ഈ സംഭവം കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഇനി മസാലയായിട്ടുള്ള മഞ്ഞപ്പൊടി ആവശ്യത്തിന് മാത്രം മഞ്ഞപ്പൊടി ഇടുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട് ആ മസാല കുത്തൽ വാങ്ങുന്ന പോലെ ഒന്ന് വരട്ടി ഇങ്ങെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ഇടുക. ഇവനാണ് ഇതിലെ കിടുക്കൻ സാധനം എന്ന് പറയാം. മല്ലിയും പെരിഞ്ചീരകവും ജീരകവും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് അവനെ മിക്സിക്കകത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കുന്നതാണ് ഈ മസാലക്കൂട്ട്. ഇവനാണ് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്ക് വേറെ ലെവലിലേക്ക് ഈ സാധനം വരുന്നത്. എന്നിട്ട് ഇതും കൂടെ ഇട്ടങ്ങ് വരട്ടിയെടുക്കുക. നല്ല കട്ടക്കങ്ങ് വരട്ടിക്കും. ഇപ്പോഴേക്ക് വരുന്ന സ്മെല്ലൊക്കെ വേറെ ലെവലാണ്. ഓരോന്നിടുമ്പോഴേക്കും ഓരോ സ്മെല്ലാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം തന്നെ നമ്മുടെ നാവിലിങ്ങനെ നമ്മുടെ രുചിയുടെ ഒരു ലെവലിങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. ഇപ്പോൾ മട്ടൻ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിരിക്കുകയാണ്. നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ഇതെല്ലാം ഊരി എടുത്ത് ഇവനെ എടുത്ത് ടിപ്പർ ലോറിന്ന് മറിക്കുന്ന പോലെ ഇതുപോലൊരു മറിയും മറിച്ചു. ആ സ്റ്റോക്കും മട്ടനും എല്ലാം കൂടെ ഇട്ട് ഇതിലേക്ക് മൊത്തത്തിലങ്ങ് കലക്ക്. ഇവനങ്ങനെ കലക്കി പരുവാക്കി ഇതിനെ അങ്ങ് വരട്ടിയെടുക്കുക. അതായത് മൊത്തത്തിലൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറുതായി വെള്ളം ഒക്കെ ഉണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുണ്ട്. ആ സ്റ്റോക്ക് മൊത്തത്തിൽ ഇതിൻ്റെ അകത്തിട്ട് തന്നെ വരട്ടി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഓരോ ഭാവത്തിൽ വരും.
ഒരു ഇച്ചിരി സമയമെടുത്തുള്ള പരിപാടി കേട്ടോ ഇത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ലോ ഫയറിലിട്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫയറിലിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് ഇതൊരു പാകത്തിലും രൂപത്തിലായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത് ഇങ്ങനെ അങ്ങ് വാരി വിതറിക്കും. ഒന്നും നോക്കണ്ട, കണ്ണടച്ചും കിട്ടും. അല്ലെങ്കിൽ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടാലും ഒരു കുഴപ്പമില്ല, രണ്ടും വേറെ ലെവലാണ്. എന്നിട്ട് ഇവനെ ഇങ്ങനെ വരട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്നത്. മട്ടൻ മേടിക്കേണ്ടവർക്ക് മട്ടൻ മേടിക്കാൻ, ഇല്ല പോത്തിറച്ചി ആയാലും കുഴപ്പമൊന്നുമില്ല, എല്ലുള്ള പീസായിരിക്കണം, എന്നാലേ ഇതിനൊരു സുഖം കിട്ടുള്ളൂ. കാരണം അത് റെഡി ആയി കഴിയുമ്പോഴേക്കും എല്ലോടെ ഇടി ഇങ്ങനെ ചപ്പി വലിച്ചെടുക്കുമ്പോഴേ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ, അത് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. പറയാതിരിക്കാൻ ഉണ്ടാക്കി തന്നെ ചെയ്യണം. എന്നിട്ട് ഇതേ ഇതുപോലെ ഉരുളിക്കകത്തിന് ഇങ്ങനെ വരട്ടി 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 ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി എടുക്കുക. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ ചങ്ങാതിമാരെ, കണ്ടില്ലേ? കൊതിയുടെ ഒരു രാജാവായി മാറും നമ്മൾ, കൊതിയന്മാരുടെ രാജാവ്, വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. ഇതേ കണ്ടില്ലേ? എന്നിട്ട് ഇവനെ ഒരു മൊത്തത്തിലെ രൂപവും ഭാവമൊക്കെ കണ്ടില്ലേ? കളറൊക്കെ ആയി ഡാർക്ക് കളറായി ഈ ലെവലിലാക്കി കിട്ടും ഈ സാധനം. ഇപ്പോൾ വരുന്ന സ്മെല്ല് എൻ്റെ ചങ്ങാതി കിള്ളി പോവും, കിളി കിളി. ഇവൻ നല്ല പൊറോട്ടയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം, ഒരു രക്ഷയുണ്ടാവില്ല എൻ്റെ ചങ്ങാതി. നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാനൊരു പീസങ്ങ് എടുത്ത് എന്നെ ആയാലും വായിലേക്ക് വെക്കുക, കൊതി വന്നിട്ട് രക്ഷയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻറ്റുകൾ ഇടാനും, ഇഷ്ടമുള്ള കമൻറ്റും മോശമാണെങ്കിൽ മോശമാണെന്നുള്ള കമൻറ്റും തകർക്കെൻ്റെ ചങ്ങാതി.